SLC പരീക്ഷ കഴിഞ്ഞ കുട്ടികളുടെ റീവാലുവേഷൻ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഇപ്പോൾ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നു മുതലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിൻ്റെ സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. പരീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിച്ച മാർക്ക് ഏതെങ്കിലും വിഷയത്തിൽ കിട്ടാതിരിക്കുകയോ ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ മാത്രം A+ നഷ്ടപ്പെടുകയോ ചെയ്ത കുട്ടികൾക്ക് നിങ്ങളുടെ പേപ്പർ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ഇന്നു മുതൽ 17-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജനസേവാ കേന്ദ്രം, CSC സെന്റർ, അക്ഷയ സെന്റർ എന്നിവിടങ്ങളിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന പ്രിന്റ് ഔട്ടും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ പരീക്ഷ എഴുതിയിറങ്ങിയ വിദ്യാലയത്തിന്റെ ഓഫീസിലാണ് അത് ഏൽപ്പിക്കേണ്ടത്. ഒരു പേപ്പറിന് 400 രൂപ ഫീ ആയി ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. ആ ഫീ നമുക്ക് പരീക്ഷ റിവാലുവേഷന്റെ പേപ്പർ വാലുവേഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഇപ്പോൾ നിലവിൽ കിട്ടിയ ഗ്രേഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് ആ ഫീ തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പല കുട്ടികൾക്കും സംശയമുണ്ട്, നമുക്ക് ലഭിച്ച മാർക്കിനേക്കാൾ കുറവ് ലഭിക്കുമോ എന്നുള്ളത്. അത് ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമുക്ക് ലഭിച്ച മാർക്കിനേക്കാൾ കൂടുതലാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതലായ ആ ഒരു ഗ്രേഡ് നമുക്ക് പരിഗണിക്കുകയും നമുക്ക് ഇപ്പോൾ ലഭിച്ച ഗ്രേഡിനേക്കാൾ താഴെയാണ് റിവാലുവേഷനിൽ നമുക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിലവിലുള്ളത് ഗ്രേഡ് നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം നമുക്ക് അത്ര മാർക്ക് പ്രതീക്ഷിച്ച വിഷയങ്ങളെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ വിഷയങ്ങൾ നോക്കി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ മാത്രം നമുക്ക് A+ നഷ്ടപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും ആ വിഷയങ്ങൾക്ക് റിവാലുവേഷന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപക്ഷെ നമുക്ക് ഫുൾ A+ ലഭിക്കുന്നതായിരിക്കും.